ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 19 ആണെന്ന്. ഡേ 1 മുതൽ എല്ലാവരും ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരെല്ലാവരും തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഇത്ര ഡേയ്സ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഇടാനായിട്ട് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നന്മകൾ, സക്സസ് സ്റ്റോറീസ്, അത് ഒരു കുഞ്ഞു സ്റ്റോറി ആവട്ടെ, ഒരു കുഞ്ഞു സംഭവമാകട്ടെ, ഒരു മൊട്ടുസൂചി കിട്ടിയ സംഭവമാകട്ടെ, അത് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. അതൊരുപാട് പേർക്ക് പ്രയോജനകരമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ 19 എന്താണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാജിക് ഫുഡ് സ്റ്റെപ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നമ്മുടെ കാലുകൾ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നു, നമ്മൾ നടക്കുന്നത് നമ്മുടെ കാലുകൾക്ക് ബലം ഉള്ളത് കൊണ്ടാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ സ്റ്റെപ്സിനും നമ്മൾ ഇന്ന് വരെ നന്ദി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ഞാൻ അവർക്കാർക്കും നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ എൻ്റെ ഓരോ ദിവസവും ഞാൻ എല്ലാവർക്കും 100 നന്ദി പറയും എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ, പുറത്ത് നടക്കുമ്പോൾ, നമ്മൾ ഓരോ സ്റ്റെപ്പും നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ദൈവമേ നന്ദി, 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 ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. നന്ദി പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന ഒരു കാന്തമായി നിങ്ങൾ മാറുമെന്നുള്ളതാണ്. നിങ്ങൾ 1000 തവണയൊക്കെ നിങ്ങൾ ഒരു ദിവസം നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ വളരെ പവർഫുള്ളായി മാറും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ എല്ലാറ്റിനെയും, പോസിറ്റീവായിട്ടുള്ള സമ്പത്തിനെയും അങ്ങനെ തുടങ്ങിയ എല്ലാറ്റിനെയും ആകർഷിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള മാഗ്നറ്റായി മാറും എന്നുള്ള പറയുന്നത്. ഒരു 1000 ടൈംസ് ഒക്കെ നമ്മൾ ഒരു ദിവസം നന്ദി പറയാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങുന്നവരെയുള്ള സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇല്ലേ? പലരും പറയാറുണ്ട്, എനിക്ക് ആരെയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം, എനിക്കെല്ലാം ചെയ്യാൻ അറിയാം എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ഒരുപാട് പേരുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ്. എന്തിനു പറയും, നമ്മളൊരു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നൊരു ഭക്ഷണമാണ് ചോറ്, അല്ലേ? ഈ ചോറ് കഴിക്കാൻ നമ്മുടെ മുന്നിൽ വിളമ്പി വെച്ചിരിക്കുന്ന ചോറ് കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അതിൻ്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനം നിമിത്തമാണ്, അല്ലെങ്കിൽ അധ്വാനം കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ആ ചോറ് എത്തിപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് കൃഷി ചെയ്ത് നിലമൊരുക്കി, അങ്ങനെ അവിടെ മുതൽ അത് നെല്ല് കൃഷി ചെയ്ത് വിളവെടുത്ത് അത് നെല്ല് കുത്തി അരിയാക്കി നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത കടകളുമായിട്ട് ഒരുപാട് ഞാൻ എല്ലാ ശൃംഖലകളും പറയുന്നില്ല, നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്കെല്ലാം നിങ്ങൾ നന്ദി പറയുക. നമ്മൾ ഒരു വാഹനത്തിൽ കയറുമ്പോൾ എത്ര പേരുടെ അധ്വാനമാണ് ആ വാഹനം നിങ്ങളുടെ മുന്നിൽ മനോഹരമായിട്ട് എത്തിപ്പെട്ടതിന് പിന്നിൽ എത്രയോ പേരുടെ അധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങളൊരു റോഡ് ഉപയോഗിക്കുമ്പോൾ, റോഡിലൂടെ പോകുമ്പോൾ, ആ റോഡ് ഉണ്ടാക്കിയ, ആ റോഡ് ഉത്ഭവിച്ച കാലം മുതൽ അതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ അധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അവരെയൊക്കെ ഓർത്ത് നിങ്ങൾ നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ എല്ലാറ്റിനും നന്ദി പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിയും. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ട് നിറയും എന്നുള്ളതാണ്.
നിങ്ങളത് അനുഭവിച്ചറിയുക. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാറ്റിനും, നിങ്ങൾ കണ്ണ് തുറന്നാൽ ഉറക്കമുണർന്ന് ആ നിമിഷം മുതൽ നിങ്ങൾക്കുള്ള എല്ലാറ്റിനും നന്ദി പറയാൻ തുടങ്ങുക. നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, എത്ര പേര് അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അത് നൂറ്റ് ആ വസ്ത്രം ഉണ്ടാക്കി അത് തയ്ച്ച് എത്ര പേര് അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിട്ടാണ് നിങ്ങൾ ആ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും അത് ഉണ്ടാക്കിയത് എത്രയോ പേര് അധ്വാനിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ നന്ദി പറയുക. അപ്പോൾ ഈ ലോകത്ത് എന്ത് വസ്തു എടുത്താലും അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ ആ ഗ്ലാസ് ഉണ്ടാക്കിയത് എത്ര പേരുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ എല്ലാറ്റിനും നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിനും നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. ദൈവമേ, എൻ്റെ കാലുകൾക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് നടക്കാൻ സാധിക്കുന്നത്. എത്ര പേരുടെ സ്വപ്ന ജീവിതമാണ് ഞാനിപ്പോൾ നടക്കുന്നത്. നടക്കാൻ പറ്റാത്തതായിട്ട് എത്രയോ ആളുകളുണ്ട്, അവരൊന്ന് കൊതിക്കുന്നുണ്ട് അല്ലേ ഒന്ന് നടക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അനായാസേന നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പിനും നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഓരോ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ നന്ദി പറയുന്ന, നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ട്, ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. വലിയ ഐശ്വര്യ, സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ആസ്വാദ്യകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളത് സംശയിക്കേണ്ട, ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് എല്ലാവിധ നന്മകളും സമൃദ്ധിയായിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.